സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവര് അള്ളാഹു കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അഞ്ചൈനാക്കും വദ്റക്കന ആലഫിറാം, ആ കടലിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൺമുന്നിൽ വെച്ച് വൻതും തന്ത്രൂൻ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വന്തം കൺമുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ നാമത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം വടികൊണ്ട് കടലിനെ അടിക്കുന്നു. ആ സമുദ്രം പിളരുന്നു. അങ്ങനെ പർവ്വതങ്ങൾ പോലെ സമുദ്രത്തിന് രണ്ടു ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുന്നു. അതിന്റെ നടുവിൽ ഒന്നുമില്ലാത്ത യാതൊരു ഉപദ്രവവും ഏൽക്കാതെ ഇവർ രക്ഷപ്പെടുന്നു. അതേ സമുദ്രത്തിൽ വെച്ച് പിന്നാലെ വന്ന ഫറോനികളെ അള്ളാഹു മുക്കിക്കൊണ്ടുവന്നു. ഇതൊരു വലിയ സംഭവമാണ്. ഇത് നിസ്സാര സംഭവമല്ല. അൻതും തന്തൂറുൻ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഭവം. ഈ സംഭവത്തിന് ശേഷം അവർ ഈ സേനയിലേക്ക് രക്ഷപ്പെട്ടതിന് ശേഷം അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച സംഭവമാണ്. കാലങ്ങളായിട്ടില്ല, ദിവസങ്ങൾ മാത്രമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് അള്ളാഹു സൂറത്തു പരിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് പറയുകയാണ്, വജാവസ്നാ ബിബനി ഇസ്രാഈൽ അൽ ബഹർ, ഈ ബനു ഇസ്രാഈലിനെ നാം രക്ഷപ്പെടുത്തിക്കൊണ്ട് കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഫഅതൗ അലാ ഖൗമി യാഖുഫൂന അലാ അസ്നാമിൻ ലഹും, അങ്ങനെ അവർ രക്ഷപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു കൗമിനെ കാണുകയാണ് അവിടെ. ആ കൗം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യാഖുഫൂന അലാ അസ്നാമിൻ ലഹും, വിഗ്രഹങ്ങളുടെ മുന്നിൽ ഭജനം ഇരിക്കുന്ന ഒരു കൗമിനെയാണ് അവിടെ കാണുന്നത്. ഇത് കണ്ടപ്പോൾ അവർ പറയുകയാണെന്ത്? ഖാലു യാ മൂസ, ബനു ഇസ്രായേൽ പറയുന്നത്, അല്ലയോ മൂസ, ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഈ ഒരു കൗമിന് വിഗ്രഹമുള്ളതുപോലെ ദൈവമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നിങ്ങൾ പ്രതിഷ്ഠിച്ചു തരണം, ഒരു വിഗ്രഹത്തെ ഞങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് ഈ ബനു ഇസ്രായേൽ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെടുകയാണ്. കാല ഇന്നക്കും കൗമുൻ തജ്ഹലൂൻ, മൂസാ നബി അലൈഹി ഇസ്ലാം അങ്ങേയറ്റത്തെ കോപത്തോടുകൂടി നിങ്ങൾ പരമ വിഡ്ഢികളാണ്, ജാഹിലുകളായിട്ടുള്ള കൗമ തന്നെയാണ് എന്ന് ദേഷ്യത്തോടെ പറയുന്ന സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് അധികമായിട്ടില്ല. ഇവിടെ ഇത്രയും അള്ളാഹുവിന്റെ ഒരു മഹത്തായ ദൃഷ്ടാന്തം അവരെ കൺമുന്നിൽ കാണുകയും അങ്ങനെ ഫിറോന്റെയും ഫറോനികളുടെയും അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും അങ്ങനെ അത് കടന്നുകൊണ്ട് അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ ഒരു സംഭവം അവിടെ വെച്ച് കാണുകയാണ്. ഒരു കൗമ ആളുകൾ ഇങ്ങനെ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്നു. അത് കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ ആ വിഗ്രഹത്തോടുള്ള പ്രേമം അത്രമാത്രം ഉണ്ടായിരുന്നു, അത്രമാത്രം അവർ വിഗ്രഹാരാധനയ്ക്ക് അല്ലെങ്കിൽ ബഹുദൈവാരാധനയ്ക്ക് അടിമപ്പെട്ടു പോയിരുന്നു എന്നർത്ഥം. അവരോട് ആവശ്യപ്പെടുകയാണ്, ഇതുപോലുള്ള ഒരു വിഗ്രഹത്തെ ഞങ്ങൾക്കും പ്രതിഷ്ഠിച്ചു തരണമെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്. ഇവിടെ ഇതേ സംഭവം വളരെ അത്ഭുതം എന്ന് വെച്ചാൽ ഈ സംഭവം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തുദ്ധരിക്കുന്നുണ്ട്. പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ചില സഹാബാക്കളിൽ നിന്ന് ഇതുപോലുള്ളൊരു ചോദ്യം ഉണ്ടായപ്പോൾ അത് ഇമാം തിർമുദി അതുപോലെ തന്നെ അഹ്മദ് അവരുടെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബിവാഖിദിൽ എത്തിയത്തോട്ട് ഉദ്ധരിക്കുന്നു, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ, ഞങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ഹുനൈനിലേക്ക് പുറപ്പെട്ടു. മക്ക ഫതഹിന് ശേഷം ഹുനൈനിലേക്ക് പോവുകയാണ്. വനഹ്നു ഹുദസാഉ അഹ്ദിൻ ബികുഫർ, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് അധിക കാലമായിട്ടുണ്ടായിരുന്നില്ല. വലിൽ മുശ്രിക്കീന സിദ്റത്തുൻ യാഖുഫൂന ഇൻദഹ, അങ്ങനെ ഹുനൈനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വിഭാഗം മുശ്രിക്കുകളെ കണ്ടു, ബഹുദൈവാരാധകര്. അവർക്ക് അവിടെ ഒരു സിദ്റത്ത് ഉണ്ടായിരുന്നു, ഒരു മരം, ഒരു പ്രത്യേക മരം. ആ മരത്തിൽ അവരുടെ ആയുധങ്ങളും മറ്റും അവർ കൊളത്തിട്ടിരിക്കുകയാണ്. വയനൂത്തൂന ബിഹ അസ്ലിഹത്തഹും യുഖാലു ലഹ ദാത്തു അൻവാത്ത്, അവർ അതിന് പേര് വച്ചിരിക്കുന്നത് ദാത്തു അൻവാത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു മരത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിന് പ്രത്യേക പേരിടുകയും അങ്ങനെ അവരുടെ ആയുധങ്ങളും മറ്റൊക്കെ ആ മരത്തിൽ കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ബർക്കത്ത് കിട്ടും, അങ്ങനെ ആയുധങ്ങൾ വെച്ച് യുദ്ധം ചെയ്യുകയാണെങ്കിൽ വിജയിക്കും എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ അങ്ങനെ ദാത്തു അൻവാത്ത് എന്ന പേരിലുള്ള ഒരു മരവും ആ മരത്തിൽ ഇങ്ങനെ ആയുധങ്ങൾ വെച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇവർ കാണുകയാണ് ഹുനൈനിലേക്ക് പോകുന്ന വഴി. അപ്പൊ മറർന ബി സിദ്ര ഫഖുൽന യാ റസൂലല്ലാഹ്, അങ്ങനെ ഞങ്ങൾ ആ സിദ്രയുടെ മരത്തിന്റെ അരികിലൂടെ പോയപ്പോൾ ഞങ്ങൾ പ്രവാചകനോട് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞത് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന സഹാബത്താണ്, അല്ലാതെ മദീനയിൽ നിന്ന് മക്ക ഫത്തിന് വേണ്ടി പ്രവാചകന്റെ കൂടെ വന്ന സഹാബത്തല്ല അവിടെ. കാരണം അവിടെ ഹദീസിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, നഹ്നു ഹുദസാഉ അഹ്ദിൻ ബികുഫർ, പുതുതായിട്ട് കുഫറിൽ നിന്ന് ഇപ്പോ അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകളായിരുന്നു ഞങ്ങളെന്ന്. അപ്പൊ അവര് ആവശ്യപ്പെടുകയാണ് റസൂലിനോട്. എന്താ പറയുന്നത്? ഇജഅൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്ത അൻവാത്ത്, ഇവർക്ക് ഈ ദാത്തു അൻവാത്ത് എന്ന പേരുള്ള ഈ ഒരു മരം ഉള്ളതുപോലെ ഞങ്ങൾക്കും വേണം ദാത്തു അൻവാത്ത്,
ഇതുപോലുള്ള ദാത്ത അനുവാദത്തിൽ ഞങ്ങൾക്കും പ്രവാചകരെ നിങ്ങൾ വെച്ചു തരണം. ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ. ആശ്ചര്യത്തോടുകൂടി അത്ഭുതത്തോടുകൂടി പ്രവാചകൻ പറയുകയാണ്. കാരണം മക്ക ഫത്ഹിന്റെ അന്ന് ആ വിജയം അല്ലാഹു അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ രക്തച്ചൊരിച്ചിലില്ലാതെ ഇസ്ലാമിന്റെ ഒരു വിജയമാണ് അവിടെ നടന്നത്. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത ഈ സഹാബാക്കളിൽ നിന്ന് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായാൽ പ്രവാചകൻ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്ന ഹസ്സുനൻ, തീർച്ചയായിട്ടും ഇത് ചര്യകൾ മാത്രമാണ്. കൊൽത്തും വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് കമാ ഖാലത്ത് ബനു ഇസ്രായേലി മൂസ, ബനു ഇസ്രായേൽ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ അതേ വാക്കാണ് നിങ്ങൾ ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്താ ബനു ഇസ്രായേൽ മൂസയോട് പറഞ്ഞത്? ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് വിഗ്രഹങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു വിഗ്രഹത്തെ വെച്ചു തരണമെന്ന് മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ബനു ഇസ്രായേൽ ആവശ്യപ്പെട്ടതുപോലുള്ള ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലതർക്കബുന്ന സനന മൻ കാന ഖബലക്കും, മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ചര്യകൾ അത് നിങ്ങൾ പിൻപറ്റാതിരിക്കില്ല. അപ്പൊ അത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണത്. എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ചില വിഭാഗവുമായിട്ട് കൂടി ജീവിക്കുമ്പോൾ, കൂടിക്കലരുമ്പോൾ ആദർശം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അറിഞ്ഞോ അറിയാതെയോ അതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് മുജദ്ദിദുൽ ഖർൻ താനി അഷർ എന്ന പേരിൽ അറിയപ്പെടും, 12ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ്. വളരെയധികം ഒരു ജിഹാദ് നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അറേബ്യ, നമ്മൾ സൗദി അറേബ്യ ആവട്ടെ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന അറബ് നാടുകളാവട്ടെ, അവിടെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിൽ നിന്നും ഈ സമൂഹത്തിൽ രക്ഷകിട്ടിയത്. അതിനു മുമ്പ് വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ അത്ഭുതം തോന്നും. ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് റസൂലിന്റെ ഒക്കെ കാലഘട്ടം മുതൽക്ക് ഇന്നേ വരയ്ക്ക് ഇവിടെയൊക്കെ ഈ രീതിയിലായിരുന്നു എന്നാണ്. ശരിക്കും അങ്ങനെയല്ല. ഇതിന്റെ ഇടയിൽ ഒരു ജാഹിലിയത്ത് കടന്നു പോയിട്ടുണ്ട്. ഒട്ടോമൻ ഭരണകാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുടെ ഫലമായിട്ട് ധാരാളം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രത്യേകിച്ച് നജിദ് ഭാഗത്തും അതുപോലെ തന്നെ ഇന്ന് സൗദി അറേബ്യ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതിന്റെ ചില ഉദാഹരണങ്ങൾ ഇപ്പൊ ആ കാലഘട്ടത്തിൽ, പക്ഷേ അധിക കാലമായിട്ടില്ല, ഏതാണ്ട് 300 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അത് പറയുന്നത് ഈ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികള്, അവർക്ക് വിവാഹപ്രായം എത്തിയവർക്ക് ഈ ഭർത്താവിനെ ലഭിച്ചില്ലെങ്കിൽ അവർ തവാഫ് ചെയ്യുന്ന ഒരു മരം പോലും അവിടെ ഉണ്ടായിരുന്നു, ഒരു പന. ഇത് ഇപ്പോഴുള്ള സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ റിയാദിന്റെ അടുത്ത് നടന്ന സംഭവമാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് ഭൂജാതനായ സ്ഥലത്തുണ്ടായിരുന്ന അദ്ദേഹം ജനിക്കുമ്പോഴും പ്രബോധനം നടത്തുമ്പോഴും ഉണ്ടായിരുന്ന സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അവർക്കുള്ള പ്രാർത്ഥന പോലും ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യാ ഫഹ്ലൽ ഫഹൂൽ ആത്തിന സൗജൻ ഖബലൽ ഹൗൽ, ഈ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടായിരുന്ന പെൺകുട്ടികൾ ആ പനയെ തവാഫ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പനകളിൽ വെച്ച് ഏറ്റവും വലിയ പനയായിരുന്നു. അപ്പൊ ഫഹ്ലൽ ഫഹൂൽ, പനകളിൽ വെച്ച് ഏറ്റവും വലിയ പനയെ ആത്തിനി സൗജൻ ഖബലൽ ഹൗൽ, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഭർത്താവിനെ തരണേ എന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന പറഞ്ഞുകൊണ്ടാണ് അവർ തവാഫ് ചെയ്തിരുന്നത്. ആര്? മുസ്ലിമുകളായിട്ടുള്ള ആളുകൾ. പക്ഷെ ആ ഒരു ശോചനീയ അവസ്ഥയിലേക്ക് ചെന്നെത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് വളരെ കഠിനമായിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസാണ് കിതാബ് തൗഹീദ്. നമ്മളെല്ലാം വായിച്ച് പഠിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണത്. കിതാബ് തൗഹീദ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എഴുതിയ പല ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം ഈ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവം. എന്നിട്ട് അദ്ദേഹം ഒരു മസ്അല പറയുന്നുണ്ട്. അതിൽ പറയുന്ന മസ്അല എന്താണെന്ന് വെച്ചാൽ, ഇന്നഹും ഇദാ ജഹിലു ഹാദാ ഫഗൈറുഹും ഔലാ ബിൽ ജഹൽ. ഈ പറഞ്ഞ വിഭാഗം എന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേൽ ആവട്ടെ അല്ലെങ്കിൽ സഹാബത്താവട്ടെ, അവര് ഈ ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അവർക്ക് ജഹാലത്ത് സംഭവിച്ചെങ്കിൽ, അജ്ഞത സംഭവിച്ചെങ്കിൽ, ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണല്ലോ തൗഹീദ് എന്നുള്ളത്. ആ തൗഹീദിന്റെ വിഷയത്തിൽ ബനു ഇസ്രായേലിനോ അല്ലെങ്കിൽ സഹാബത്തിൽ ഒരു വിഭാഗത്തിനോ അജ്ഞത സംഭവിച്ചെങ്കിൽ ഗൈറുഹും ഔല എന്ന് പറഞ്ഞാൽ അവരൊരു പ്രവാചകന്റെ ശിക്ഷണത്തിൽ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്കെങ്ങാനും അങ്ങനെ ഒരു അജ്ഞത വിഷയത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അവരല്ലാത്ത ആളുകളിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ, അതാണ് ഗൈറുഹും എന്ന് പറഞ്ഞാൽ. ആ കാലഘട്ടത്തിൽ അല്ലാതെ ആ കാലഘട്ടത്തിനൊക്കെ ശേഷം വന്ന ആളുകൾ, അവരിൽ ഇങ്ങനത്തെ അജ്ഞത കടന്നുകൂടുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ ഷഹാത്തിൽ മേലുന്ന ആളുകളല്ലേ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ, പിന്നെ എന്താണ് നമ്മൾ ശുൽക്കാരോപിക്കുന്നത് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം വെച്ച് നോക്കുമ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. കാരണം പിശാചികമായിട്ടുള്ള കളികൾ അവിടെ നടക്കുന്നുണ്ട്, പിശാചിന്റെ ദുർബോധനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതാണ് ബനു ഇസ്രായേലിൽ നിന്ന് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗവുമായിട്ട് ഇങ്ങനെ
ശോചനീയമായ അവസ്ഥയിൽ അല്ലെങ്കിൽ ദയനീയ അവസ്ഥയിലുള്ള ജീർണിച്ച ഒരു വിഭാഗവുമായിട്ട് ഒരിക്കലും തന്നെ ഫലസ്തീനിലേക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവരെ സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട്. ഇവർക്ക് സംസ്കരിച്ചെടുക്കാൻ എന്ത് വേണം? പ്രവാചകന്റെ സാന്നിധ്യമുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, അവർക്ക് സന്മാർഗം പഠിപ്പിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം ആവശ്യമാണ്. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥം ഇല്ലാതായി പോയി. ഏത് ഗ്രന്ഥമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട സുഹഫ്. ആ സുഹഫിന്റെ ഏടുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിലും അതിന്റെ തനതായ രൂപത്തിൽ അവരുടെ കയ്യിൽ നിലവിലുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞു കാലാകാലമായിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലൊക്കെ ഉന്നതമായിട്ടുള്ള ഔന്നിത്യം ഉണ്ടായിരുന്നു ഈജിപ്തിൽ. പക്ഷെ അതിനുശേഷം അവരുടെ ആദർശത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ, അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ധാരാളം മാറ്റത്തിരുത്തിലുള്ള ഗ്രന്ഥത്തിൽ സംഭവിക്കുകയുണ്ടായി. പല ഏടുകളും അതിന് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഗ്രന്ഥം അവരിലേക്ക് അവതരിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗദർശനം അവർക്ക് പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കുകയാണ്. എവിടേക്ക്? തൂർ സീനായിലേക്ക് വിളിക്കുകയാണ്. തൂർ എന്ന് പറയുന്ന ഒരു പർവ്വതത്തിലേക്ക് ഈ ഗ്രന്ഥം നൽകാൻ വേണ്ടി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. വൈദ് വഅദ്നാ മൂസ 40 ലൈലത്തൻ. വൈദ് വഅദ്നാ, നാം വാഗ്ദാനം ചെയ്തു അല്ലെങ്കിൽ തീരുമാനിച്ചു മൂസയോട് 40 രാവുകൾ നിശ്ചയിച്ച് നാം മൂസയെ വിളിച്ചത് ഓർക്കുക. ഇവിടെ വാഅദ എന്ന് പറഞ്ഞാൽ വാഅദ എന്ന വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ് ആ വാക്ക്. വാഅദ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യുക, തീരുമാനിക്കുക, നിശ്ചയിക്കുക, നിർണയിക്കുക എന്നതൊക്കെയാണ് വാഅദ എന്ന വാക്കിന്റെ അർത്ഥം. അതിൽ നിന്നും ഉത്ഭവിച്ചതാണ് വാഅദ. വാഅദ എന്ന് പറഞ്ഞാൽ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുന്നതിനാണ് വാഅദ എന്ന് പറയുക. അതിൽ നിന്നും ഉത്ഭവിച്ചതാണ് മൗഇദ്. മൗഇദ് എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റിനെ സാധാരണ അറബിയിൽ മൗഇദ് എന്ന് പറയും. അപ്പൊ നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെഴുതി മൗഇദ് ഫിൽ മുസ്തഷ്ഫ എന്ന് പറയും. അത് ഒരു സമയനിർമ്മിതമായിട്ടൊരു കാര്യം തീരുമാനിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് വൈദ് വഅദ്നാ മൂസ 40 ലൈലത്തൻ എന്ന് പറഞ്ഞാൽ 40 രാവുകൾ നിശ്ചയിച്ചുകൊണ്ട് നാം മൂസയെ വിളിച്ചത് ഓർക്കുക, ആ സന്ദർഭം ഓർക്കുക. അപ്പൊ ഇത് സംഭവിക്കുന്നത് ഈ ചെങ്കടൽ കടന്നുകൊണ്ട് സീനയിലെത്തിയപ്പോഴുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഈ സന്ദർഭം ഇവിടെ പറയുമ്പോൾ നാം ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുമായിട്ട് മുലാഖാത്ത് നടത്തുന്നത്? അല്ല. ഇതിനു മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുമായിട്ട് സംഭാഷണം നടത്തിയിട്ടുണ്ട്. അതെപ്പോഴാണ് സംഭവിച്ചത്? അത് നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാം എവിടെയാണ് ജനിച്ചു വളരുന്നത്? ഫിറഔന്റെ കൊട്ടാരത്തിലാണ്. ജനിച്ചു വളർന്ന് യുവാവായിരിക്കുമ്പോ അദ്ദേഹം ആ ഈജിപ്ത് വിട്ടു പോയിട്ടുണ്ട്. അത് പോവാനുണ്ടായ കാരണം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ ഒരു ബനു ഇസ്രായേൽപ്പെട്ട ഒരു വ്യക്തിയും തിരുത്തിയിൽപ്പെട്ട ഭരണവർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയും തമ്മിൽ തർക്കിക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ന്യായത്തിന്റെ ഭാഗത്ത് നിന്നും ബനു ഇസ്രായേലിന്റെ ഭാഗത്തായിരുന്നു ന്യായം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കിബത്തിയെ ഇടിച്ചു. ആ ഇടിയിൽ കിബത്തി മരണപ്പെട്ടു. ഒരിക്കലും ഒരാളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം ഇടിച്ചതല്ല. പക്ഷെ ആ ഇടിയിൽ ആ മനുഷ്യൻ മരണപ്പെടുകയും പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം ആണ് അത് ചെയ്തത് എന്നുള്ളത് നാട്ടുകാർ അറിയുകയും ചെയ്തു. അങ്ങനെ ഒരു ഉപദേശകൻ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, കാരണം അതിന്റെ തമീറുനലി ഇവിടെയുള്ള ആളുകളൊക്കെ ഭരണവർഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ, സുഹൃത്തികൾ. അവര് കൂടിയാലോചന നടത്തുന്നത് നിങ്ങളെ വകവരുത്താൻ വേണ്ടിയിട്ട്, കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുകയാണ്, ആ നാട് വിട്ട് പോവുകയാണ്, ഈജിപ്ത് വിട്ട്. പക്ഷെ അവിടെ ഈജിപ്ത് വിട്ട് പുറത്തു പോയൊരു പരിചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം ചെറുപ്പം മുതലേ വളരുന്നത് തന്നെ ഈ ഫിറഔന്റെ കൊട്ടാരത്തിലാണ്. അതുകൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ നടന്നു എന്നാണ്. പക്ഷെ ലക്ഷ്യമില്ലാതെ, അലക്ഷ്യമായിട്ട്, കാരണം എവിടേക്ക് പോകേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ എങ്ങോട്ടോ ഓടി. ആ ഓടിയിട്ട് അവസാനം ചെന്ന് പെട്ടത് എവിടെയായിരുന്നു? മദിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ മദിയനിൽ മൂപ്പര് എങ്ങനെ വിശ്രമിക്കുകയാണ് ഒരു മരത്തിന്റെ ചോട്ടിൽ. വിശ്രമിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. അത് ഒരു പറ്റം ആളുകള് ഇങ്ങനെ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നു. അങ്ങനെ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ അദ്ദേഹം പോയിട്ട് ചോദിച്ചു അവരോട്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പൊ ഒരു പറഞ്ഞു, ഇങ്ങനെ ഞങ്ങള്
സ്ത്രീകളായതുകൊണ്ട് ഇവർ തിരക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അബൂന ഷെയ്ഫുൻ കബീർ, ഞങ്ങളുടെ പിതാവാണെങ്കിൽ ഒരു വയോവൃദ്ധനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വെള്ളം ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അത് അവർക്ക് വെള്ളം കൊടുത്തു. അദ്ദേഹം പറഞ്ഞാൽ തരാം എന്നിട്ട് അദ്ദേഹം വെള്ളം കോരിയിട്ട് അവർക്ക് പെൺകുട്ടികൾക്ക് കൊടുത്തു. അങ്ങനെ പെൺകുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പിതാവ് ചോദിച്ചു, സ്വാഭാവികമായിട്ട് എന്താ നേരത്തെ എത്തിയത്? അപ്പൊ കുട്ടികൾ പറഞ്ഞു ഇങ്ങനെ ഒരാളെ കണ്ടു. ഇവിടെ സംഭവം ഇദ്ദേഹം തിരിച്ചു നടന്നപ്പോ പെൺകുട്ടികൾക്ക് വെള്ളം കൊടുത്തുകൊണ്ട് തിരിച്ചു നടന്നപ്പോ അദ്ദേഹം പറഞ്ഞ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം പറഞ്ഞു ഫഖാല ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് പറഞ്ഞ, നാഥ നീ എനിക്ക് ഇറക്കി തന്ന ഏതൊരു നന്മയ്ക്കും ഞാൻ ആവശ്യക്കാരനാണ്, ഞാൻ ഫക്കീറാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപരിചിതനാണ് നാട്ടില്. അപ്പൊ എന്തെങ്കിലും ഒരു നന്മ നീ എനിക്ക് നൽകുകയാണെങ്കിൽ അതിന് ഞാൻ ആവശ്യക്കാരനാണ് എന്ന രീതിയിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മരത്തിന്റെ ചുവട്ടിലേക്ക് തിരിഞ്ഞു നടന്നത്. ഇതാ പെൺകുട്ടികൾ കേൾക്കാനിടയിൽ. പെൺകുട്ടികൾ വാപ്പാനോട് പറഞ്ഞു അദ്ദേഹം ഒരു അപരിചിതനാണ് മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് വല്ല കൂലിയോ മറ്റോ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ പിതാവ് വിളിപ്പിക്കുകയാണ് അദ്ദേഹത്തെ കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം ഈ പെൺകുട്ടികളുടെ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഷുഐബ് നബി അലൈഹി ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രവാചകനാണ്. അങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാം തന്റെ അവസ്ഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഇങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ അദ്ദേഹം സമാധാനിപ്പിക്കുകയാണ്, നജൗത്തക ഖൗമിൽ ബാലിമീൻ, അക്രമികളായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെട്ടിരിക്കുന്നത്, പ്രശ്നമൊന്നുമില്ല, എന്റെ കൂടെ താമസിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ പെൺകുട്ടികളിൽ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാം, പക്ഷെ ഇതിന് മഹറായിട്ട് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ ഈ മഹറായിട്ട് നിശ്ചയിക്കപ്പെട്ടത് ഒന്നുകിൽ 8 വർഷം അല്ലെങ്കിൽ 10 വർഷം എന്റെ കൂടെ ജോലി ചെയ്യാന്നുള്ളതാണ്, ഖിദ്മത്ത് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാം ആ കരാർ സമ്മതിച്ചു. അതിൽ മൂസ നബി അലൈഹി സ്വലാം അതിന്റെ പൂർണ്ണമായിട്ടുള്ള അവധിയാണ് ചെയ്തത്. വെച്ചാൽ 10 വർഷം തന്നെ ആ ഖിദ്മത്ത് അവിടെ ചെയ്തു കൊടുത്തു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നുണ്ട്, സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അതിൽ ഏത് അജലാണ് മൂസ നബി അലൈഹി സ്വലാം പൂർത്തീകരിച്ചത്, 10 ആണോ 8 ആണോ? 2 ഓപ്ഷൻ കൊടുത്തിരുന്നു ഷുഐബ് നബി അലൈഹി സ്വലാം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തമ്മുൽ അജ്ലൈൻ, അതിൽ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള അവധിയാണ് മൂസ നബി അലൈഹി സ്വലാം അവിടെ ഏറ്റെടുത്തത്. വെച്ചാൽ 10 വർഷം ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ മൂസ നബി അലൈഹി സ്വലാം അവിടെ നിന്നു. അങ്ങനെ കരാറ് പൂർത്തിയായി, മഹർ കൊടുത്തു കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ മഹർ തീർന്നല്ലോ, ഇനി തിരിച്ചു പോകാന്ന് വിചാരിച്ചു. അങ്ങനെ തന്റെ സ്വന്തം ഭാര്യയുമായിട്ട് പോവുകയാണ്. എവിടേക്കാ പോകുന്നത്? ഈജിപ്തിലേക്ക് തിരിച്ചു പോവുക. കാരണം 10 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോ 10 കൊല്ലം മുമ്പുണ്ടായ പ്രശ്നങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും, ജനങ്ങൾ മറന്നിട്ടുണ്ടാവും, ഒരു പക്ഷെ അവിടുത്തെ രാജാവ് മാറിയിട്ടുണ്ടാവും, പലതും സംഭവിച്ചിട്ടുണ്ടാവും. 10 വർഷത്തിനുള്ളിൽ പലതും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ എവിടെയെങ്കിലും പോയി ഒളിച്ച് എവിടെയെങ്കിലും കഴിയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഭാര്യയായിട്ട് പോവുകയാണ് സ്വന്തം നാട്ടിലേക്ക്. ആ പോകുന്നതും ഇതേ സ്ഥലത്തൂടെയാണ് പോകുന്നത്, ഈ പറഞ്ഞ സേനയിലൂടെയാണ് പോകുന്നത്. അപ്പൊ അവിടെ ആ ഭാഗത്തായിട്ടാണ് മദിയൻ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ പോകുമ്പോഴാണ് വീണ്ടും ആ സന്ദർഭത്തിൽ അള്ളാഹു വിളിക്കുന്നത്. അങ്ങനെ കണ്ട് രക്ഷപ്പെട്ടാൽ പോരാ, അവിടെ പോയിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ ആ സന്ദർഭത്തിൽ വിളിച്ച് റിസാലത്ത് കൊടുക്കുന്നുണ്ട്. അത് ഖുർആന്റെ പല സ്ഥലത്തെ കാര്യം എടുത്തു പറയുന്നുണ്ട്. നമുക്കറിയാം സൂറത്തുൻ നാസിയാത്ത് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗ. അതുപോലെ തന്നെ സൂറത്ത് മറ്റു ഭാഗത്ത് അല്ലാഹു പറയാണ് ഫലമ്മ അതാഹ നൂദിയ മിൻ ഷാത്തിൽ വാദിൽ ഐമനി ഫിൽ ബുഖാത്തിൽ മുബാറകത്തി മിന ഷജറത്തി അയ്യാ മൂസ ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. അങ്ങനെ അദ്ദേഹം അതിനടുത്തേക്ക് ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വെളിച്ചം അദ്ദേഹം കാണുകയുണ്ടായി. ഇങ്ങനെ ഒരു തണുപ്പുള്ള രാത്രിയിലാണ് ഭാര്യയുമായിട്ട് പോകുന്നത്. പോകുമ്പോ ഒരു വെളിച്ചം കാണുകയാണ്. അപ്പൊ ഭാര്യയോട് പറയുക, നിങ്ങളോട് ഇരുന്നു, ഞാനിവിടെ പോയിട്ട് വെളിച്ചം കാണുന്നുണ്ട്, ചിലപ്പോൾ ആളുകൾ ഉണ്ടാവും, വഴി അന്വേഷിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഈ തണുപ്പ് അകറ്റാനുള്ള വല്ല ചൂടോ വല്ല തുള്ളി എന്തെങ്കിലും നമുക്കവിടെ ലഭിക്കും എന്ന അർത്ഥത്തിൽ മൂസ നബി അലൈഹി സ്വലാം വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ അവിടെ വെച്ച് അള്ളാഹുവിന്റെ വഹി ഉണ്ടാവുകയാണ്. അള്ളാഹു പറയാണ്, അങ്ങനെ അദ്ദേഹം അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അനുഗ്രഹീതമായ പ്രദേശത്തുള്ള താഴ്വരയുടെ വലതുഭാഗത്ത് നിന്ന് ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറയപ്പെട്ടു, ഹേ മൂസ, തീർച്ചയായും ഞാനാകുന്നു ലോകരക്ഷിതാവ്, ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. അങ്ങനെ അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് വഹി നൽകപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഫിറഔന്റെ അടുത്തേക്ക് പോകണം, അങ്ങനെ ദഅവത്ത് എത്തിക്കണം. അതിന് അദ്ദേഹത്തിന് 2 ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകി. ഒന്ന്, കൈ ഇങ്ങനെ കുപ്പായത്തിനകത്തിട്ട് പുറത്തെടുത്താൽ അത് വെളുത്തതായിട്ട് വരിക എന്നുള്ളതും, മറ്റൊന്ന് വടി നിലത്തിട്ടാൽ പാമ്പായി മാറുക എന്നുള്ളതും. അങ്ങനെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ആയിട്ടാണ് മൂസ നബി അലൈഹി സ്വലാം ഫിറഔന്റെ അടുത്തേക്ക് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതുപോലെ അവിടെ പോയി അദ്ദേഹം ദഅവത്ത് നടത്തി. പക്ഷെങ്കിലും ഫിറഔൻ ആ ദഅവത്ത് ഏറ്റെടുക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ബനു ഇസ്രായേലിനൊക്കെ കൂട്ടി മൂസ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് ഒരു രാത്രിയിൽ ഫിറഔന്റെ അടിമത്വത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നത്. ഇതാണ് ആദ്യമായിട്ട് മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുമായിട്ടുള്ള മുലാഖാത്ത് അല്ലെങ്കിൽ നടക്കുന്ന സംഭാഷണം നടക്കുന്നത്. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത് ഇപ്പോഴാണ്. ചെങ്കടലിൽ കടന്നതിന് ശേഷം ബനു ഇസ്രായേലുമായിട്ട് സീനായിൽ എത്തിയപ്പോൾ വീണ്ടും അള്ളാഹു അദ്ദേഹത്തെ
വിളിക്കുകയാണ്. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ കേവലം സംസാരം മാത്രമേ ഉണ്ടായുള്ളൂ. അള്ളാഹു അദ്ദേഹത്തോട് ഉപദേശിക്കുക അല്ലെങ്കിൽ പറയുക മാത്രമാണ് ചെയ്തത്, നിങ്ങൾ പോയിട്ട് ദഅവത്ത് നടത്തണം. 2 ദൃഷ്ടാന്തങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഗ്രന്ഥം നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അങ്ങനെയല്ല, ഒരു ഗ്രന്ഥം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. തൗറാത്ത് എന്നറിയപ്പെടുന്ന ആ ഗ്രന്ഥത്തിന്റെ ഏടുകൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഇപ്രാവശ്യം വിളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ദഅവത്ത് ഫിറോനും അതുപോലെ തന്നെ കൃതികൾക്കുമുള്ള ദഅവത്തായിരുന്നു. ഇപ്രാവശ്യം അതല്ല, തന്റെ സ്വന്തം സമുദായത്തിന് വേണ്ടി, ബനു ഇസ്രായേലിലേക്ക് വേണ്ടി, ബനു ഇസ്രായേലിന് അവർക്ക് നന്മ പഠിപ്പിക്കാൻ വേണ്ടി, അവരെ ലോകത്തിന്റെ മാതൃകയാക്കാൻ വേണ്ടി അവരിലേക്ക് ഒരു ഗ്രന്ഥം ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഗ്രന്ഥം കൊടുക്കാൻ തന്നുള്ള നിസ്സാരമായിട്ട് കാര്യമല്ല. അതിന് കുറച്ചൊരു പരിശീലനം ആവശ്യമാണ്. പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശുദ്ധ ഖുർആൻ അവതീർണമായത് നീണ്ട 23 വർഷക്കാലത്തിനിടയിലാണ്. നമുക്കറിയാവുന്നതാണ്. അപ്പൊ 23 വർഷക്കാലത്തിനിടയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അതും പലപ്പോഴും വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അവതരിക്കുമ്പോൾ അവിടുന്ന് വിയർക്കാറുണ്ടായിരുന്നു. ഹദീസിലൊക്കെ കാണാൻ സാധിക്കുന്ന മഹദിയ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തണുപ്പുള്ള രാത്രിയിൽ പോലും വിയർത്ത് കുളിക്കാറുണ്ടായിരുന്നു ഈ വഹി വരുന്ന സന്ദർഭത്തിൽ. അപ്പൊ അത്രയ്ക്കും ഭാരമുള്ളതാണ് വഹീന്റെ വചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശീലനം ആവശ്യമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ചെല്ലുകയും പെട്ടെന്ന് ഗ്രന്ഥം കൊടുക്കുകയും അവസ്ഥയല്ല ഉണ്ടായിട്ടുള്ളത്. മറിച്ച് അവിടെ നിൽക്കണം, അവിടെ നിന്ന് ആ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം അവിടെ നിശ്ചയിച്ചു കൊടുക്കണം. അപ്പൊ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് അതാണ്, എന്ത് 30 രാവുകൾ അവിടെ കഴിച്ചു കൂട്ടണം. അടുത്തതല്ല, 30 ആദ്യം. ഞാൻ കഴിഞ്ഞ ദർസിൽ കാര്യം സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾ ഈ വിഷയം, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആന്റെ പല സ്ഥലങ്ങളിലും അത് എടുത്തുവച്ചിരിക്കുന്നു. അതെ, സൂറത്തുൽ ഖസസിൽ 1 മുതൽ 50 വരെ, സൂറത്തുൽ ഷുഅറയിൽ 10 മുതൽ 68 വരെ, 2 ഭാഗത്തും 50 ആയത്തുകളാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ത്വാഹയിലുണ്ട്, അതുപോലെ സൂറത്തുൽ ആറാഫിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്തത് മൂസാ നബിയെ കുറിച്ചാണ്. മുഫസ്സിറുകൾ പറയുന്നത് കാദൽ ഖുർആൻ യകൂന മൂസ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മൂസയുടെ ഗ്രന്ഥമാണോ നമുക്ക് തെറ്റിദ്ധരിക്കുന്നത്. ആ രീതിയിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എടുത്തു വെച്ചത് അദ്ദേഹത്തിന്റെ ചരിത്രമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ 30 രാവുകളാണ് തുടക്കത്തിൽ പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്. അത് അല്ലാഹു പറയുന്നുണ്ട് സൂറത്തുൽ ആറാഫിലെ 142-ാമത്തെ വചനത്തിലുണ്ട്, വഇദ് വഅദ്നാ മൂസ 30 ലൈല വഅത്മംനാഹാ ബിഅശ്രിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. മൂസയെ നാം 30 രാവുകൾ നിശ്ചയിച്ച് വിളിച്ചിരുന്നു, പിന്നീട് അതിനോട് 10 രാവുകൾ ചേർത്തു, അങ്ങനെ 40 ആയി. അതിന് മുഫസ്സിറുകൾ കാരണം സൂചിപ്പിക്കുന്നുണ്ട്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തഫ്സീറിൽ പറയുകയാണ്, ഫസാമഹ മൂസ അലൈഹിസ്സലാം ഫലമ്മ തമ്മൽ മീഖാത്ത് ഇസ്താക ബിലിഹാഇ ഷജറ. അതായത് ഈ 30 രാവുകൾ മൂസാ നബി അലൈഹി ഇസ്ലാം നോമ്പ് നിൽക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു ഇതൊരു പരിശീലനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അള്ളാഹു എത്രമാത്രം ഇത് കെൽപ്പുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വചനങ്ങൾ ഏറ്റെടുക്കാൻ ഒരു പ്രവാചകനായിരുന്നാൽ പോലും അദ്ദേഹത്തിന് പരിശീലനം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് 30 നാളോട് താമസിക്കാൻ പറഞ്ഞത്. അങ്ങനെ 30 പൂർത്തിയായപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു മരത്തിന്റെ ഇലയെടുത്ത് കടിച്ചു, ചവച്ചു. ഏതായാലും 30 കഴിഞ്ഞല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ സമ്മതത്തിന് വേണ്ടി കാത്തു നിന്നില്ല. അവിടെ അള്ളാഹു പറഞ്ഞു ഒരു 10 ദിവസം കൂടെ കൂടുതൽ ചെയ്യണം. കാരണം അങ്ങനെ ധൃതി പിടിക്കാൻ പാടില്ലായിരുന്നു. 30 ദിവസം കഴിഞ്ഞാൽ ഞാൻ സമ്മതം തന്നാലേ അത് നോമ്പ് മുറിക്കാൻ പാടുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അമറഹുല്ലാഹു തആല യുകമ്മില ബിഅശ്രിൻ 40, അങ്ങനെ 40 നാളുകൾ അതാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം 40 ആയിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം വിശുദ്ധ ഖുർആന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ വഅദ്നാ മൂസ 40 ലൈല, അങ്ങനെ 40 നാളുകൾ നിശ്ചയിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 30 നാളും പിന്നെ 10 നാൾ കൂടുതലായിട്ട്. ഈ ഒരു സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം പോകണം അള്ളാഹുവിന്റെ ഈ മുലാഖാത്തിന് വേണ്ടിയിട്ട്, ഈ മിയാദിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് തൂർ സീനയിലേക്ക്, ആ തുവ എന്ന് പറയുന്ന അരുവിയിലേക്ക്, അല്ലെങ്കിൽ ആ ചെരുവിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ബനു ഇസ്രായേലിനെ ആരെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്? തന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയാണ്. അപ്പൊ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം തനിക്ക് പകരം ജനങ്ങളെ മാർഗദർശനം ചെയ്യാൻ വേണ്ടി, അദ്ദേഹമാണല്ലോ ജ്യേഷ്ഠ സഹോദരനാണ്, അതേപോലെ തന്നെ സഹപ്രവാചകനാണ്. ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം. അതും ഉമ്മയിലുള്ള സഹോദരനാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ജനങ്ങളായപ്പോ ഇസ്രായേലിന്റെ അവസ്ഥ അറിയാലോ. അവരൊരിക്കലും തന്നെ ഒരു ശിക്ഷണം എന്താണെന്ന് പഠിച്ചിട്ടില്ല. അവർക്ക് അച്ചടക്കം അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ അച്ചടക്കമില്ലാത്ത, ശിക്ഷണമില്ലാത്ത ആളുകളാണ്. ഇത്രയും കാലം അടിമകളായിട്ട് കിബിത്തികളുടെ കൂടെ ജീവിച്ചവരാണ്.
അപ്പൊ മൂസ നബി അലൈഹി ഇസ്ലാമിന് മാത്രമേ അവരായിട്ട് പെരുമാറാൻ സാധിച്ചിരുന്നുള്ളൂ. അല്ലെങ്കിൽ സംഭവം ഉണ്ടായപ്പോൾ തന്നെ മൂസ നബി അലൈഹി ഇസ്ലാം എടുത്തിടക്കി പറഞ്ഞു എന്താണ്, അവർ വരുന്ന വഴിയിൽ അവരിങ്ങനെ ഒരു വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഇലാഹൻ കമാലഹും ആലിഹ, അള്ളാഹു പറയുന്നത് ഇന്നക്കും തോമുൻ തജ്ഹലൂൻ, ഹേ വിഡ്ഢികളെ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്. ഇങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക് ചോദിക്കാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. ഹാറൂൻ നബി അലൈഹി ഇസ്ലാം കുറച്ചുകൂടെ ശാന്തപ്രകൃതരാണ്. പ്രവാചകന്മാരാണ് എല്ലാവരും, പക്ഷെ അവരുടെ വ്യക്തിത്വങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിലുള്ള വ്യത്യാസം പോലും കാണുമ്പോൾ ഇതിനെ ഉപമ പറയാറുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെ ഒക്കെ വിഷയങ്ങളിൽ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉപമ പറയാറുണ്ടായിരുന്നു. അപ്പൊ അവരുടെ വ്യക്തിത്വത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ഒരു ശാന്ത പ്രകൃതനായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടിയിട്ട് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. സാമിരി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും സ്വർണം കൊണ്ടുപോവാ. പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കാതിലുള്ളതെല്ലാം കഴുത്തിലുള്ളതൊക്കെ ഊരിക്കൊണ്ടുപോവാ സ്വർണ്ണങ്ങൾ. അപ്പൊ അവരുടെ കയ്യിൽ സ്വർണം ഉണ്ടായിരുന്നു. അതിനൊരു ചരിത്ര സംഭവം പറയുന്നുണ്ട്, സൂറത്ത് ത്വാഹിരക്കാര് സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ബനു ഇസ്രായേല് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ബനു ഇസ്രായേൽപ്പെട്ട സ്ത്രീകൾ അവരുടെ യജമാനത്തിയോട്, കിബിത്തിയ സ്ത്രീകളോട് പറഞ്ഞു. കാരണം ഇത് അറിയാൻ പാടില്ല, ഇത് രഹസ്യമായിട്ടാണ് ഇവർ ഈ പലായനം നടത്തുന്നത്. അപ്പൊ ഈ രഹസ്യം പൊടിയാതിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, ഞങ്ങൾ കല്യാണത്തിന് പോകുന്നു, ഞങ്ങൾക്കൊരു ഉത്സവമുണ്ട്, കല്യാണമുണ്ട്, അതിന് വേണ്ടിയിട്ട് പോകണം, അവിടെ കുറച്ച് സ്വർണ്ണമൊക്കെ മാലകളൊക്കെ ഒന്ന് കടം തരണം, ഈ സംഗതി പൊടിയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അവർ കിബിത്തി സ്ത്രീകളിൽ നിന്ന് അവരുടെ സ്വർണ്ണമാലകളും കമ്മലൊക്കെ വാങ്ങിച്ചിട്ടിരുന്നു. എന്നിട്ടാണ് അവർ രാത്രി പുറപ്പെട്ടത്. പക്ഷെ രഹസ്യം അത് പുറത്തായി. പുലരിയുടെ അടുത്തപ്പോഴാണ് ഈ സംഭവം പുറത്താകുന്നത്. അങ്ങനെ ഫിറോനും കൂട്ടരും അവർ പിടിക്കാൻ വേണ്ടി അവർക്ക്. അപ്പൊ ഈ സ്വർണ്ണം മാലൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ സാമിരി പറഞ്ഞു, ഇതൊക്കെ ഹറാം മുതലാണ്, ഇതൊന്നും വെച്ചിരിക്കാൻ പാടില്ല, അതുകൊണ്ട് നമ്മളെന്ത് വേണം, ഇതോട് നല്ല കാര്യം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഉരുക്കിയിട്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി, ഒരു പശുക്കുട്ടീനെ, ഒരു കാളക്കുട്ടീനെ ഉണ്ടാക്കി. ആ കാളക്കുട്ടി എങ്ങനെ രൂപത്തിൽ ത്വാഹിർ പറയുന്നത്, അവിടുത്തെ 58ാമത്തെ വചനത്തിൽ പറയുന്നത്, അഖ്റജലഹു ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ, ഒരു മുക്കയിടുന്ന കാളയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കാളയ്ക്ക് ഒരു ദ്വാരമുണ്ടായിരുന്നു. ആ ദ്വാരത്തിലൂടെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം വരുത്തിയിരുന്നു. 2 വ്യാഖ്യാനങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഒന്ന് സാമിരി അങ്ങനെയുള്ള വിഷയങ്ങളിൽ, അതായത് ഈ ആർട്ട് വിഷയത്തിൽ കുറച്ച് കഴിവുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ തന്നെ കാറ്റടിച്ചാൽ ബാക്കിലൂടെ പോകുമ്പോൾ വിസിലടിക്കുന്നത് പോലെ ഒരു ശബ്ദം അതിന് വരുന്ന സ്വഭാവത്തിലാണ് അത് ഉണ്ടാക്കിയത്, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് പിശാച്, കാരണം പിശാച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ മുന്നിലുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പിശാച് ജനങ്ങളെ കൂടുതൽ അതിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അകത്ത് കയറിയിട്ട് ഒച്ച ഉണ്ടാക്കി. ഇങ്ങനെ 2 വ്യാഖ്യാനങ്ങൾ, രണ്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. 2 തഫ്സീറുകളിൽ വന്ന വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ശബ്ദം എന്തായിരുന്നാലും അതിന് വന്നു എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ അതിന് ഒരു ശബ്ദം ഇങ്ങനെ വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുതലെടുത്തുകൊണ്ട് ഈ സാമിരി ജനങ്ങളോട് പറഞ്ഞു, ഫഖാല ഹാദ ഇലാഹുക്കും വ ഇലാഹു മൂസ, ഇത് നിങ്ങളുടെ മിലാഹാണ്, മൂസയുടെ മിലാഹാണ്. മൂപ്പരുടെ കുരുത്തക്കേട് നോക്കണം, എന്ത് വൃത്തികെട്ട സംസാരമാണ് മൂപ്പര് പറഞ്ഞത്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അടക്കം എഴുതുന്നില്ല ഇലാഹ എന്ന് പറഞ്ഞാൽ മൂസ പോലും ഇതിനെ കണ്ടാൽ ഇതിനെ ഇലാഹാക്കി വെക്കുമായിരുന്നു. ആ രീതിയിലാണ് മൂപ്പര് അത് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ആളുകൾ അതിനെ ആരാധിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സംഭവം ഇവിടെ നടന്നപ്പോൾ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ നിലപാട് എന്തായിരുന്നു? ഹാറൂൻ നബി അലൈഹി ഇസ്ലാം തികച്ചും ഇതിന് എതിരായിരുന്നു. അദ്ദേഹം അങ്ങേയറ്റം ശക്തമായ ഭാഷയിൽ അതിനെ വിലക്കിയിരുന്നു. അത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഖുർആനും ബൈബിളും തമ്മിൽ വൈരുദ്ധ്യം സംഭവിക്കുന്നത് ഈ ഒരു വിഷയത്തിലാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, ഇങ്ങനെ പല വിഷയങ്ങളിലും. അപ്പൊ ഇവിടെ ബൈബിളിൽ പറയുന്നത് ഹാറൂനാണ് അതിന് കൂട്ടുനിന്നത് എന്നാണ്. ഇപ്പൊ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലെ 32ാമത്തെ വചനത്തിൽ 1 മുതൽ 8 വരെയുള്ള 32ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ അതിൽ പറയുന്നു, നോക്കൂ. എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി. ഇവിടെ അഹരോൻ എന്ന് പറയുന്നത് ബൈബിളിന്റെ ഭാഷയിൽ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനാണ്. നീ എഴുന്നേറ്റു ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രിയൻ ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകണക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരീൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്നും പൊൻകണക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു.
അവൻ അത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം ആകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കൊണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവക്കൊരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കുളിപ്പാൻ എഴുന്നേറ്റു. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, നീ ഇറങ്ങിച്ചെല്ലുക. നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ചു. അതിന് യാഗം കഴിച്ചു. ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുൾ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇതില് പറയുന്നത് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം നഅൂദുബില്ല അദ്ദേഹമാണ് ഇത് ചെയ്തത്. അങ്ങനെ അദ്ദേഹമാണ് ബനു ഇസ്രായേലിന് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അഭാവത്തിൽ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. മറിച്ച് വിശുദ്ധ ഖുർആൻ ഇക്കാര്യം വളരെ ശക്തമായി നിഷേധിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ പല സ്ഥലങ്ങളിലും ഇക്കാര്യം പറയുന്നുണ്ട്. സൂറത്ത് ത്വാഹയിലെ 90-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, വലഖദ് ഖാല ലഹും ഹാറൂന മിൻ ഖബ്ലു യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി വഇന്ന റബ്ബകുമുർ റഹ്മാനു ഫത്തബിഊനി വഅതിഉ അംരി. മുമ്പ് തന്നെ ഹാറൂൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ജനങ്ങളെ, ഈ കാളക്കുട്ടി മൂലം നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അത് ശബ്ദമുണ്ടാക്കുന്നതൊക്കെ ഒരു പരീക്ഷണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നമാ ഫുതിൻതും ബിഹി വഇന്ന റബ്ബകുമുർ റഹ്മാൻ, നിങ്ങളുടെ രക്ഷിതാവ് അവർ റഹ്മാനായ അള്ളാഹു മാത്രമാണ്. ഫത്തബിഊനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുക. വഅതിഉ അംരി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അനുസരിക്കുക. അപ്പൊ അദ്ദേഹം അതിന് തീർത്തും എതിരായിരുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ആറാഫിൽ അല്ലാഹു പറയുകയാണ് അവിടുത്തെ 150-ാമത്തെ വചനത്തിൽ, വലമ്മ റജഅ മൂസ ഇലാ ഖൗമിഹി ഗദ്ബാന അസിഫ. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം ഇങ്ങനെ തന്റെ കൗമിലേക്ക് വളരെ കുപിതനായിക്കൊണ്ട് ദുഃഖിതനായിക്കൊണ്ടും മടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ബീസമാ ഖലഫ്തുമൂനി മിൻ ബഅദി, ഞാൻ പോയപ്പോൾ എന്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ച കാര്യം വളരെ ചീത്ത തന്നെ. അജിൽതും അംറ റബ്ബിക്കും വഅൽഖൽ അൽവാഹ വഅഖദ ബിറഅസി അഖീഹി യജറു ഇലൈഹി. അങ്ങനെ അദ്ദേഹം തന്റെ കയ്യിലുള്ള ഫലകങ്ങൾ തൗറാത്ത് പോലും നിലത്തിട്ടുകൊണ്ട് തന്റെ സഹോദരന്റെ തല പിടിച്ചു വലിച്ചു, ഹാറൂന്റെ. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ കാണുന്നത്? അപ്പൊ ഹാറൂൻ നബി പറഞ്ഞത് അല്ലാഹു പറയാണ്, ഖാല ബിന ഉമ്മ ഇന്നൽ ഖൗമ ഇസ്തദഅഫൂനി വകാദു യഖ്തുലൂനനി. എന്റെ സഹോദര, ജനങ്ങൾ എന്നെ ദുർബലനായി കണ്ടു. ഇന്നൽ ഖൗമ ഇസ്തദഅഫൂനി വകാദു യഖ്തുലൂനനി, എന്നെ കൊല്ലാൻ പോലും അവർ ഒരുമ്പെട്ടു. ഫലാ തുശ്മിത് ബിൽ അഅദാ, അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ നിങ്ങൾ ഇപ്പോൾ ഉരുപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി ഒരുപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഞാൻ അതിനെതിരായിരുന്നു, ഞാൻ അതിനെ എതിർത്തിരുന്നു. പക്ഷെ ജനങ്ങൾ എന്നെ അനുസരിച്ചില്ല, എന്നെ അവർ ദുർബലനായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ശത്രുക്കൾക്ക് സന്തോഷിക്കാനുള്ള വാക്കുണ്ടായി കൊടുക്കരുത്, നമ്മൾ തമ്മിൽ തർക്കിക്കാൻ പാടില്ല, അതുകൊണ്ട് മുതലെടുക്കുന്ന ശത്രുക്കളായിരിക്കും എന്ന് അദ്ദേഹം മൂസ നബി അലൈഹി ഇസ്ലാമോട് പറയുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ഇതിനെതിരായിരുന്നു, അദ്ദേഹം നിരപരാധിയായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം മൂസ നബിയെ പോലെ അത്രയ്ക്കും ശക്തനായിരുന്നില്ല, കരുത്തനായിരുന്നില്ല. അദ്ദേഹം തന്നെ സമ്മതിച്ചു, ഞാൻ ഒരു ലൈഫായിരുന്നു, ഇസ്തദഅഫൂനി എന്ന് പറഞ്ഞാൽ എന്നെ ദുർബലനായിട്ട് അവർ കണക്കാക്കി, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ ഈ ഒരു സന്ദർഭമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വഇദ് വഅദ്നാ മൂസ 40 ലൈലത്തൻ സുമ്മ ഇത്തഖൽതുമുൽ ഇജ്ല, എന്നിട്ട് നിങ്ങൾ ആ ഇജിലിനെ അഥവാ ആ പശുക്കുട്ടിയെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ, രണ്ടർത്ഥത്തിലും വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും, നിങ്ങൾ സ്വീകരിച്ചു. മിൻ ബഅദിഹി, അതിനുശേഷം വഅൻതും ളാലിമൂൻ, നിങ്ങൾ അങ്ങേ അറ്റം ധിക്കാരമാണ് അല്ലെങ്കിൽ അക്രമമാണ് ചെയ്തത്. ഇവിടെ മിൻ ബഅദിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയ ശേഷം, അദ്ദേഹം അള്ളാഹുമായിട്ടുള്ള മിയാദിന് വേണ്ടി, മുലാഖാത്തിന് വേണ്ടി പോയപ്പോൾ നിങ്ങൾ സ്വീകരിച്ച നടപടി അത് അങ്ങേയറ്റം അക്രമപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അൻതും ളാലിമൂൻ. എന്നിട്ട് അള്ളാഹു പറയുകയാണ് സുമ്മ അഫൗന അൻകും, എന്നിട്ടും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായി. അപ്പോ ഇവിടെ നിങ്ങൾ ചെയ്തത് അതീവ അക്രമം എന്ന് പറയാൻ കാരണം അതിദാരുണമായ അതിഭീകരമായ ഒരു പീഡനത്തിൽ നിന്ന്, അടിച്ചമർത്തലിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാണ്. അത് അവരുടെ കൺമുന്നിൽ അവർ കാണുകയാണ്. അങ്ങനെ അത്യത്ഭുതകരമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള രീതിയിൽ അള്ളാഹു അവരെ മോചിപ്പിക്കുകയും അങ്ങനെ ആ മോചിപ്പിച്ച ശേഷം അവർ ഇത്രയ്ക്കും കടുത്ത ഒരു കൃതജ്ഞത, അതല്ലെങ്കിൽ ഒരു നന്ദികേട്, ഒരു ധിക്കാരം, അതാണ് അവർ ചെയ്തത്. അപ്പൊ അതാണ് അള്ളാഹുയുടെ ദുൽമ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. അങ്ങേയറ്റം ഒരു ദുൽമായിരുന്നു അത്. പക്ഷേ എങ്കിലും അള്ളാഹു അവന്റെ അപാരമായിട്ടുള്ള അനുഗ്രഹത്താൽ അവർക്കത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, വീണ്ടും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി. പിന്നീട് അതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഗ്രന്ഥം നൽകിയതിനു ശേഷം, നൽകപ്പെട്ടതിന് ശേഷം ഉണ്ടായ
ചില കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങൾ നമുക്ക് വരുന്ന ദർസുകളിലായിട്ട് എടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേണ്ടത് ഗ്രഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുന്നതാണ്. ഇന്നെടുത്ത 2 ആയത്തുകൾ ഓതിയതിനു ശേഷം ദർസ് അവസാനിപ്പിക്കാം. وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ ثُمَّ عَفَوْنَا عَنْكُمْ مِنْ بعد ذلك لعلكم تشكرون